സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട സംഗതിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതേസമയം നമ്മൾ ആരും പാനിക് ആവേണ്ട സാധ്യതയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഫോർ 1 month നമുക്ക് പാനിക് ആവേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഓയിൽ, നമ്മൾക്ക് വേണ്ടുന്ന ഓയിൽ, ക്രൂഡ് ഓയിലിൻ്റെ 85 മുതൽ 90% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇമ്പോർട്ട്സ്, ടോട്ടൽ ഇമ്പോർട്ട്സ്, ഇറക്കുമതി നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 30-35% ഓയിൽ ഇമ്പോർട്ടാണ്. കൂടെ നമ്മൾ ഇമ്പോർട്ട് മാത്രമല്ല, എക്സ്പോർട്ട്, കയറ്റുമതി നോക്കിയാൽ നമ്മുടെ കൂടുതൽ കയറ്റുമതി ഐറ്റംസും, ഏറ്റവും ലാർജസ്റ്റ് കയറ്റുമതി ഐറ്റം എന്ന് പറഞ്ഞാൽ ഓയിൽ ബേസ്ഡ്, ക്രൂഡ് ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ കയറ്റുമതി ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് ഇപ്പം ഹോർമൂസിൻ്റെ പ്രശ്നം വന്നു, നമ്മുടെ ഒരുപാട് ഷിപ്പുകളെല്ലാം പെൻഡിങ് ആണ്, വരുന്നത് പെൻഡിങ് ആണ്. നമുക്ക് ഏകദേശം 5.6 ബില്യൺ ബാരൽ ഓയിൽ, ക്രൂഡ് ഓയിൽ ഒരു ദിവസം ആവശ്യമുണ്ട്, 5.6 ബില്യൺ. പക്ഷേ നമുക്ക് ഏകദേശം 522 മെട്രിക് ടൺ ഓയിൽ റിസർവ് ഉണ്ട്.